പോലും ദേഷ്യം വന്നു ലാസ്റ്റ്. കാര്യം ജാക്കി മറിയാൻ പോയി, വണ്ടി താഴെ വിടാൻ പോകുന്നു, ആകെ ടെൻഷനായിപ്പോയി. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഒരു മോട്ടോർ വീഡിയോ ഇടാനാണ് വിചാരിക്കും. കാര്യം വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് ഒരുപാട് നാളെ നമ്മളിപ്പോൾ ഒരു മോട്ടോർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ 2 ദിവസമായിട്ട് വണ്ടിയുടെ പവർ സ്റ്റിയറിങ് ഭയങ്കര ടൈറ്റ് വെച്ചാൽ നല്ല കല്ല് കണക്കിരിക്കുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ച് എന്തായാലും അത് പവർ സ്റ്റിയറിങ് ഫ്ലൂയിഡ് നോക്കിയപ്പം ഭയങ്കര ഡാർക്കായിട്ട് ഭയങ്കര ഷോക അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാനിപ്പോൾ ചേഞ്ച് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ട ബ്ലാക്കാണ്. ആക്ച്വലി ഈ കാണുന്ന കളറല്ല, ഇതിന് സത്യത്തിൽ ചുമന്ന കളറാണ്, റെഡ് കളറാണ് ഇതിന് വരേണ്ടത്. ഇതിപ്പം താഴോട്ട് നോക്കിയാൽ നല്ല ബ്ലാക്കാണ്. ഇത് മുകളിൽ ഇപ്പം ബ്ലേഡ് ചെയ്തപ്പോൾ കുറച്ച് പുതിയ ഓയിൽ മുകളിൽ കിടക്കുന്നതുകൊണ്ടാണ് ചുമന്ന നിറത്തിൽ കാണുന്നത്. പക്ഷെ നല്ല ബ്ലാക്കായിട്ട് കിടന്നതാണ്. അതിൻ്റെ ആയിരിക്കണം. അപ്പോൾ എന്തായാലും അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഫ്ലൂയിഡ് ചേഞ്ച് ചെയ്ത് അതിനുശേഷം നല്ല സ്മൂത്തായിട്ട് വർക്കിംഗ് ഒക്കെ നല്ല സ്മൂത്തായി. പക്ഷേ കുറച്ച് പ്രശ്നങ്ങളും പറ്റിയിട്ടുണ്ട്. അത് ഞാൻ പറയാം. എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ മൊത്തം കണ്ടാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന മെത്തേഡിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടിയുടെ ഫ്രണ്ട് വശം ജാക്കി പുറത്ത് നിർത്തുക. വണ്ടി 2 സൈഡും ജാക്കി വെച്ച് പൊക്കി ഒന്ന് നിർത്തി തറനിരപ്പിൽ നിന്ന് പൊക്കി നിർത്തുക. സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് തിരിയണമെങ്കിൽ ടയർ താഴെ തട്ടാൻ പാടില്ല. അതാണ് നമ്മളിങ്ങനെ ചെയ്തത്. ഉള്ളിലായിട്ടാണ് പവർ സ്റ്റിയറിംഗ് പമ്പും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇത് ഈ ടയറും ലൈനറും ഊരിയാൽ മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് അത് കാണാൻ പറ്റുകയുള്ളൂ. ഫ്ലൂയിഡ് ചേഞ്ച് ചെയ്യാൻ ഇത് ഊരാണ്ടും ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ വീഡിയോ എടുക്കണമല്ലോ, അതുകൊണ്ടാണ് ഇതെല്ലാം ഊരുന്നത്. ഇതാണ് നമ്മുടെ ഡസ്റ്റർ 110 PS പവർ സ്റ്റിയറിംഗ് മോട്ടറും റിസർവോയും ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിപ്പം ഫ്ലഷ് ചെയ്യാൻ ഉദ്ദേശിക്കും. ഫ്ലഷ് ചെയ്ത് പുതിയ ഫ്ലൂയിഡ് ഇടുകയെന്ന് ഉദ്ദേശിക്കും. അപ്പോൾ ഇത് ഫ്ലഷ് ചെയ്യുന്ന എപ്പോഴും നമ്മൾ ഇതിൻ്റെ പമ്പിലോട്ട് വരുന്ന റിസർവോയിലോട്ട് വരുന്ന ഹോസാണിത്. ഇത് ഔട്ട് നമ്മുടെ റാക്കിലോട്ട് പോകണം, പവർ സ്റ്റിയറിംഗ് റാക്കിലോട്ട് പോകണം. അപ്പോൾ ഈ ഹോസ് നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ട് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് വരുന്ന വേസ്റ്റ് ഫ്ലൂയിഡൊക്കെ നമ്മൾ മാറ്റി പുതിയ ഒഴിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഈ മെയിൻ വാൽവ്, ഇവിടുത്തെ ഈ വാൽവ് ഉണ്ടല്ലോ, ഈ വാൽവ് ഇത് നമ്മൾ ക്ലോസ് ചെയ്യും. റിസർവോയിൽ ആ ഏരിയ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഉള്ളത് കളക്ട് ചെയ്യും. അപ്പോൾ ഇത് കുറയുന്നതനുസരിച്ച് നമ്മൾ ഇതിൽ ഫ്ലൂയിഡ് ഒഴിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ എപ്പോൾ നമ്മളെ പുതിയ ഓയിൽ ഇതുവഴി പുറത്ത് വരുന്നു അതപ്പം നമുക്ക് നിർത്താം. അപ്പോൾ നമുക്ക് മനസ്സിലാകാം ഇതിപ്പം വണ്ടി ഫുൾ ഓയിൽ മാറി എന്ന് മനസ്സിലാക്കാം. റിസർവോയിൽ ഒരു ചെറിയ ഹോസ് ഇട്ട് ഇതുപോലെ സക്ക് ചെയ്ത് കളയാം ആദ്യം. അപ്പോൾ അതിനകത്തുള്ള വേസ്റ്റ് ഫ്ലൂയിഡൊക്കെ കളഞ്ഞാൽ മാത്രമേ നമുക്ക് അത്യാവശ്യം മിസ്സാവാതെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡസ്റ്ററിൻ്റെ കേസിൽ ഫുൾ സക്ക് ചെയ്ത് കളയാൻ പറ്റില്ല, കാരണം അതിന് ഒരു ചെറിയ ക്ലോസിംഗ് ഉണ്ട്. ഈ ഹോസ് ഒന്നും ഉള്ളിലോട്ട് അധികം പോകത്തില്ല. ഈ ക്ലിപ്പ് നമ്മൾ ആദ്യം ഊരണം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഊരി വെച്ചതാണ്. ഈ മങ്കി പേർ വെച്ച് ഊരിയാൽ മതി. എന്നിട്ട് നമ്മൾ ഈ ഹോസ് ഇവിടുന്ന് റിമൂവ് ചെയ്യണം. ഇപ്പോൾ പ്രശ്നമെന്ന് വെച്ചാൽ ഇപ്പോൾ ഹോസ് റിമൂവ് ചെയ്യുമ്പം ഇവിടുന്ന് എന്തായാലും ഫ്ലൂയിഡ് വരും. കാരണം ഈ ലെവലിന് മുകളിലാണ് ഇപ്പോൾ ഫ്ലൂയിഡ് ഉള്ളത്. മുകളിൽ നമുക്കത് ട്രെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇത്രയും ഏരിയയിലുള്ള ഫ്ലൂയിഡ് എന്താ ഇതുവഴി വരും. അപ്പോൾ അത് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ഓയിൽ ഇതിലോട്ട് കണക്ട് ചെയ്യാം. റിസർവോയിലുള്ള ഓയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റിസർവോയിൽ ഉള്ള ഏകദേശം ഒരു 80% ഓയിൽ ട്രെയിൻ ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓയിൽ അതിലേക്കൂടെ പോകത്തില്ല. അതിനുശേഷം നമ്മൾ ആ മെയിൻ ഹോസ് ഈ ഇതിലോട്ട് കണക്ട് ചെയ്യും, ഈ കുപ്പിക്കകത്തോട്ട്. അപ്പോൾ നമുക്ക് പിന്നെ റാക്കിനകത്തുള്ള ഫ്ലൂയിഡും കൂടെ ഇതിനകത്തോട്ട് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യും. ഇതിപ്പം റിസർവോയറിലെ റിട്ടേൺ പൈപ്പാണ്. അത് നമ്മൾ ക്ലോസ് ചെയ്യുക ചെയ്യുന്നത്. ഇപ്പോൾ ക്ലോസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിത് ലെവലിന് മുകളിലോട്ട് പൊക്കി വെക്കും. അപ്പോൾ ഇതുവഴി ഓവർഫ്ലോ വരത്തില്ല. ഞാനിപ്പോൾ ഇത് ആ വേസ്റ്റ് വരുന്ന ഓയിൽ ഇതിൽ കളക്ട് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പുതിയ ഓയിൽ ഫില്ല് ചെയ്തുകൊണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫാക്കിയിട്ടുകൊണ്ട് ടയർ ഫുൾ 2 സൈഡിലോട്ട് തിരിക്കും. അപ്പോൾ നമുക്ക് മാക്സിമം ഫ്ലൂയിഡ് ഇതിനകത്ത് കണക്ട് ആവും. ഞാനിപ്പോൾ സ്റ്റിയറിംഗ് ഒന്ന് തിരിക്കുകയാണ് ഒരു സൈഡിലോട്ട്. നമുക്ക് നോക്കാം. ഇതിപ്പം നമ്മുടെ റിസർവോയിൽ ഭയങ്കര താഴ്ച ആയതുകൊണ്ട് ഒരു ഫണൽ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി. റിസർവോയിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലൂയിഡ് ഒഴിച്ചുകൊണ്ടേയിരിക്കുക. ഫ്ലൂയിഡ് ലെവൽ എപ്പോഴും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ അത് എയർ കയറാൻ സാധ്യതയുണ്ട്. ഇത് സൗണ്ട് കേട്ടെ, എന്ത് ജാക്കി എന്ത്
എന്താന്ന് മനസ്സിലായോ ഗൈസ്? നോക്ക്, ആ ജാക്കി വളഞ്ഞു. സത്യം പറഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് ഞാൻ ആകെ ഷോക്കായിപ്പോയി. ഈ ജാക്കി എങ്ങാനും വീണ് വണ്ടി താഴെ ഇരുന്നിരുന്നെങ്കിൽ നല്ലൊരു നഷ്ടം ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിനൊരു ജാക്കി സ്പെയർ ഉണ്ടായിരുന്നു, അത് വെച്ച് തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരിക്കലും ജാക്കി പുറത്ത് വെച്ച് പണിയാൻ നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ റിസ്ക് കൂടും. ഞാൻ നല്ല തടിയോ കട്ടയോ ഒക്കെ ആദ്യം നോക്കിയിരുന്നു, പക്ഷെ അതൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ലാസ്റ്റ് ജാക്കി തന്നെ നിർത്താമെന്ന് വിചാരിച്ചത്. അതൊരു വലിയ മണ്ടത്തരമാണെന്ന് മനസ്സിലായി. ജസ്റ്റ് മിസ്സായിരുന്നു കേട്ടോ. കണ്ടില്ലേ ജാക്കിയുടെ അവസ്ഥ? ഇനി ഇതെങ്ങനെ ശരിയാക്കുമെന്ന് പഠിച്ചോനറിയാം. നിങ്ങൾ ഈ പരിപാടി വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. സംഭവം എന്താ വെച്ചാൽ, ജാക്കി വണ്ടി സ്റ്റാൻഡ് എൻ്റെ ഇല്ലായിരുന്നു. ലൈക്ക് വണ്ടി ഫ്രണ്ട് പൊക്കി വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ, എന്നാലേ കറക്റ്റായിട്ട് വർക്കിംഗ് ചെയ്യത്തുള്ളൂ. നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കൊക്കെ വേണമല്ലോ, വണ്ടി നിർത്തിക്കൊണ്ട് ഓഫാക്കിയിട്ട് തിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ടയർ ഒന്ന് പൊക്കി വെച്ചിട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ സ്റ്റാൻഡ് എൻ്റെ ഇല്ലായിരുന്നു. ഞാൻ ആലോചിച്ച് വണ്ടിയുടെ ഒരു ജാക്കിയും പിന്നെ വേറൊരു വണ്ടിയുടെ ജാക്കിയോട് വെച്ചിട്ട് പൊക്കി 2 സൈഡ് പൊക്കി വെച്ചിട്ട് ഇങ്ങനെ സംഭവം ചെയ്യാമെന്ന്. പക്ഷേ സംഭവിച്ചെന്താ, ഒരു സൈഡിലെ ജാക്കി ഒടിക്കും. അപ്പോൾ ആ സൈഡിലാണെങ്കിൽ ഞാൻ ടയർ ഊരി വെച്ചേക്കുവാണ്, വീഡിയോ എടുക്കാൻ വേണ്ടി ടയറൊക്കെ ഊരി വെച്ച് സെറ്റ് ചെയ്തിരിക്കും. അതങ്ങാണം വണ്ടി താഴെ ഇരുന്നിരുന്നെങ്കിൽ ഫ്രണ്ടിലെ ബമ്പറും പോവും, മൊത്തം സൈഡും പൊളിഞ്ഞാണ്. എന്തോ ഭാഗ്യത്തിന് എൻ്റെ ഒരു സ്പെയർ ഒരു ജാക്കിനുണ്ടായിരുന്നു. ഞാൻ അത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തത് കൊണ്ട് ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. ആ ഒരു കുറച്ച് സമയം നല്ലപോലെ ഞാൻ ടെൻഷൻ അടിച്ച്. സംഭവം നിങ്ങൾ വീഡിയോ കണ്ടാൽ മനസ്സിലായി, ജാക്കി നല്ലപോലെ ചരിഞ്ഞ്, വേറെ പിടുത്തമൊന്നും ഇല്ല. ഞാൻ ടയർ ഞാൻ വെച്ചിട്ടുണ്ടോ ഒരു സേഫ്റ്റിക്ക് ഉണ്ട്, പക്ഷെ എന്നാലും അത് എത്രത്തോളം ആവുമെന്ന് അറിയത്തില്ല. വണ്ടി ഇടുന്നാൽ പോയി, എന്തോ ഭാഗ്യത്തിന് സംഭവിച്ചില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിത് വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു സ്റ്റാൻഡ്, വണ്ടിയുടെ സ്റ്റാൻഡ് കിട്ടുമല്ലോ നമുക്ക് പൊക്കി നിർത്തുന്ന ഈ വർക്ക്ഷോപ്പിലൊക്കെ, അതിൻ്റെ പേരൊന്നും കറക്റ്റ് അറിയത്തില്ല, ജാക്കിയല്ല ജസ്റ്റ് പൊക്കി വെക്കുന്ന, പ്രോപ്പറായിട്ടൊരു സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ ഇതുപോലെ സംഭവിക്കാം. ഈ വണ്ടിയുടെ പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് ഫുൾ ഫ്ലഷ് ചെയ്യുമ്പം ഓൾമോസ്റ്റ് 2 ലിറ്റർ വേണം. ടോട്ടൽ നമുക്ക് 2 ലിറ്ററിൻ്റെ ആവശ്യം വരും. അത്രയും സാധനം നമ്മൾ കരുതിയിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ പണി പാടും. ഇപ്പോൾ എനിക്ക് ആക്ച്വലി 2 ലിറ്റർ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ വേണ്ടി വന്നു. സംഭവിച്ചിട്ട് ആദ്യം ഒഴിച്ചപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പ് ഭയങ്കര കുറവായിരുന്നു. ഒരു ഫണൽ ഞാൻ പിന്നെ ഉണ്ടാക്കിയാണ് ഒഴിച്ചത്, പക്ഷേ ആ ഫണൽ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് ഓവർഫ്ലോ വന്ന് കുറച്ച് അധികം പോയി. അപ്പോൾ ഞാൻ പിന്നെ എനിക്കൊരു 1/2 ലിറ്ററോടെ വാങ്ങി ഇപ്പോൾ ടോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ഇത് നല്ല ടൈറ്റായിരുന്നു സ്റ്റിയറിങ്, ഓടിക്കൊണ്ടിരിക്കും പിന്നെ കല്ല് കണക്കാവും, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കൊണ്ടാണ് 2 ദിവസം മുന്നേ തുടങ്ങിയത് ഈ പരിപാടി. അപ്പോൾ എന്തായാലും ഇപ്പോൾ ചേഞ്ച് ചെയ്തപ്പോൾ നല്ല സ്മൂത്തായി, നോർമൽ പഴയ കണക്കായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ തീരുമാനിച്ചതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാം. ഞാനിത് ഇതിനു മുമ്പ് ചെയ്തിട്ടൊന്നുമില്ല, സത്യം പറഞ്ഞാൽ ഇത് ചെയ്തിട്ടില്ല. യൂട്യൂബിൽ നോക്കി എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം. ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചാകുമ്പോൾ ദേഷ്യം വരും. എനിക്ക് പോലും ദേഷ്യം വന്നു ലാസ്റ്റ്. കാര്യം ജാക്കി മറിയാൻ പോയി, വണ്ടി താഴെ വിടാൻ പോകുന്നു, ആകെ ടെൻഷനായി കുറച്ച് സമയത്തേക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, താങ്ക് യു, ബൈ.